നമ്മുടെ ദൈവം പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ദൈവമാണ്. ഇരുട്ടിനകത്തുനിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും നമ്മളെ പുറപ്പെടുവിച്ചിട്ട് നമ്മളെ ജീവന്റെ വഴിയിൽ, ജീവന്റെ പ്രകാശത്തിൽ നടത്തുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഇന്ന് ഈ ഞായറാഴ്ചത്തെ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് ഇതാണ്: നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന മരണത്തിൻ്റെ ശക്തികൾ അത് നിങ്ങളുടെ മേൽ നിഴലായിട്ട് വരുമെങ്കിലും ഇരുട്ടിനകത്ത് നിങ്ങളെ പ്രത്യാശയും പ്രതീക്ഷയില്ലാതെ നഷ്ടപ്പെടുത്തി അതിനകത്ത് നടത്താൻ ആ പിശാച് നോക്കുന്നെങ്കിലും ഇന്നത്തെ ഈ ദൂതിലൂടെ ദൈവം നിങ്ങളെ ആ നിഴലിൽ നിന്ന് മാറ്റിയിട്ട് ജീവന്റെ പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജീവന്റെ പ്രകാശത്തിലേക്ക് മാത്രമല്ല, നിങ്ങൾ ജീവന്റെ വെളിച്ചമുള്ളവരായി, ദൈവത്തിൻ്റെ പ്രകാശമുള്ളവരായി അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നൽകിയ ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ആ ഇരുട്ടിൻ്റെ അവകാശങ്ങളെല്ലാം മാറിപ്പോകണം. അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ അവകാശം മാറണം. ജീവിതത്തിൽ നിന്ന് മുഴുവൻ മരണ നിഴലും മാറിപ്പോകണം. ഈ 107 സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. അവിടെ ഇരുളിൽ നിന്നും അന്ധതമസിൽ നിന്നും എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ അന്ധതമസ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഷാഡോ ഓഫ് ഡെത്ത് എന്നാണ്. വെറും ഇരുട്ടല്ല, അത് മരണത്തിൻ്റെ നിഴലാകുന്ന ഇരുട്ടാണ്. ആമേൻ. ഇന്ന് നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ തലമുറയുടെ ഭാവിക്ക് മുകളിൽ, നിങ്ങളുടെ നന്മയ്ക്ക് മുകളിൽ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് മുകളിൽ ഇരുള് മൂടിക്കിടക്കുകയാണ്. പക്ഷേ അറിയുന്നില്ല അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന മരണത്തിൻ്റെ ശക്തികളെ. ഈ സന്ദേശം നിങ്ങളെ അവിടുന്ന് പുറപ്പെടുവിക്കും. അവിടെ എഴുതിയിരിക്കുന്നു: അവിടുന്ന് പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു. ആമേൻ. ചില ബന്ധനങ്ങളുണ്ട്, ആ ബന്ധനങ്ങളെ അറുത്താൽ അവിടുന്ന് നമ്മൾ പുറത്തു വരും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുട്ടിലും അന്ധതമസിൽ വരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുക. നമ്മൾ അറിയുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മുടെ മനസ്സിനകത്ത് അതിനോട് താല്പര്യം തോന്നുന്നില്ലെങ്കിൽ അത് ഇരുളിനൊരു വഴിയായി മാറും. മരണത്തിൻ്റെ നിഴലിന് അതൊരു സ്വാധീനമായി മാറും. വചനം നമ്മളിലേക്ക് വരുമ്പോൾ ഇരുള് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വചനം വെളിച്ചമല്ലേ, ഇരുള് മാറും. ഇരുള് മാറുമ്പോൾ തന്നെ മരണത്തിൻ്റെ അവകാശങ്ങൾ നമ്മളെ വിട്ടു മാറും. ഞാൻ പറയാം, നിങ്ങളുടെ വീട് മരണത്തിൻ്റെ അവകാശമുള്ള വീടല്ല. നാളുകളായി, കാലങ്ങളായി മരണത്തിൻ്റെ ശാപമുള്ള ചില വീടുകളുണ്ട്. മരണശാപങ്ങൾ, അകാരണമായുള്ള മരണങ്ങൾ, അകാരണമായി മരിക്കുക, അല്ലെങ്കിൽ മരിച്ചവരെ പോലെ ജീവിക്കുന്ന മനുഷ്യൻ. സന്തോഷവും സ്വസ്ഥതയും ആനന്ദമൊന്നും ഇല്ല. ഒരു സെമിത്തേരി ജീവിതം പോലെ. ആരും മിണ്ടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല, ബന്ധങ്ങളൊന്നുമില്ല. സെമിത്തേരി ലൈഫ്. ഇത് ഇരുട്ടിൻ്റെ വാഴ്ചയാണ്. ആ കുടുംബത്തിൽ ശാപവാഴ്ചയാണ്. കർത്താവ് പറയുന്നു, അവിടുന്ന് കർത്താവ് പുറപ്പെടുവിക്കും, ബന്ധനങ്ങളെ ദൈവം അഴിക്കും. ഹല്ലേലൂയ. ആമേൻ. 61-ാമത്തെ യെശയ്യാ പ്രവചന പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യം: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ ദൈവം എന്നെ നിറച്ചിരിക്കുന്നു, അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു. ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുക, അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ ബന്ധനം അഴിച്ചു വിടുന്ന ദൈവം അതിനുവേണ്ടി തൻ്റെ ആത്മാവിനെ ഉപയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നാണ് ബന്ധനമൊക്കെ അഴിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലെ ആര് കെട്ടിയതാണെങ്കിലും, എത്ര മന്ത്രവാദങ്ങളാകട്ടെ, അത് വേറെ ഏതെങ്കിലും ആഭിചാരങ്ങളാകട്ടെ, മറ്റ് പൈതൃകമായ ശാപങ്ങളാകട്ടെ, ആരൊക്കെ എങ്ങനെ കെട്ടിയാലും ആ കെട്ടുകളെയൊക്കെ ദൈവം പൊട്ടിക്കും. ഹല്ലേലൂയ. ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇനി അടുത്ത കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-79 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്: ഈ വെളിച്ചം ആരാണ് വിടുതൽ തരുന്നത്? ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു. നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു.
യോഹന്നാൻ സ്നാപകന്റെ പിതാവായ സക്കരിയാവ്, അദ്ദേഹം പുരോഹിതനായിരുന്നു, പിന്നീട് പ്രവാചകനായി. പ്രവചിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒടുവിൽ അദ്ദേഹം പ്രവചിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ആർദ്രകരുണയായി ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നറിയാമോ? ദൈവപുത്രൻ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉദയം നമ്മെ സന്ദർശിക്കുക. ഉദയ നക്ഷത്രം യേശുവാണ്. എന്തിനു വേണ്ടി അറിയാമോ? മരണനിഴല് മാറ്റുവാൻ, ഇരുളിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുവാൻ ദൈവപുത്രൻ വെളിച്ചമായി ലോകത്തിൽ വന്നവൻ. ഹല്ലേലൂയ! ആ യേശുവാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം മാറ്റുന്നത്, ശാപം മാറ്റുന്നത്. അവൻ്റെ ജീവൻ തന്ന് നമ്മുടെ മരണം മാറ്റുകയാണ്. ഹല്ലേലൂയ! മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എബ്രായർ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. മരണഭീതിയിൽ കിടന്ന മരണത്തിന്റെ അടിമകളായിരുന്നവരെയൊക്കെയും യേശുക്രിസ്തു തൻ്റെ മരണത്താൽ നീക്കി നമ്മെ വിടുവിച്ചെടുത്തു. ഹല്ലേലൂയ! നമ്മുടെ കാലുകളിൽ നിന്ന് ബന്ധനങ്ങളെ ദൈവം അഴിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്നും ദൈവം ശാപങ്ങളെ എടുത്ത് കളയും. സമാധാന മാർഗത്തിൽ ദൈവം നിങ്ങളെ നടത്തും. ഹല്ലേലൂയ! അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പത്രോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ വന്നു, ഒരു വെളിച്ചം പ്രകാശിച്ചു, പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, ചങ്ങലയെല്ലാം കൈമേൽ നിന്ന് വീണുപോയി. അപ്പോൾ ദൈവത്തിന്റെ ദൂതനെ ദൈവം അയക്കും, പ്രകാശം വരും, ചങ്ങലയൊക്കെ കൈമേൽ നിന്ന് അഴിഞ്ഞു പോകും. അപ്പോസ്തലന്മാര് കാരാഗൃഹത്തിൽ കിടന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിലുണ്ട്. പൗലോസും ശീലാസും അവര് ആരാധിച്ചപ്പോൾ എല്ലാ കെട്ടുകളും അഴിഞ്ഞു. വെളിച്ചം അവരിലേക്ക് വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വെളിച്ചം ചോദിച്ചാണ് കാരാഗൃഹപ്രമാണി അകത്ത് കയറിയത്. വെളിച്ചമുണ്ടായി, പെട്ടെന്നൊരു വെളിച്ചം മിന്നി. ഹല്ലേലൂയ! ആമേൻ. ദൈവത്തിന്റെ പുത്രൻ അവിടെ വരുന്നതാണ്. എല്ലാ കെട്ടുകളും അഴിയും, സകല ബന്ധനങ്ങളും അഴിയും. ഹല്ലേലൂയ! യേശു യഹൂദന്മാരുടെ ഒരു പള്ളിയിൽ സംസാരിക്കുമ്പോൾ ലൂക്കോസ് 13:16 എഴുതിയിരിക്കുന്നു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകൾ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കൂനിയായ സ്ത്രീ, 18 വർഷമായി കൂനിയായ സ്ത്രീ, യേശു പറയുന്നു സാത്താൻ അവളെ ബന്ധിച്ചതാണ്. ആ ബന്ധനത്തെ യേശു അഴിച്ചു, അവളെ സൗഖ്യമാക്കി. കർത്താവ് നാളുകളായി ബന്ധിക്കപ്പെട്ടിട്ടും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ ദൈവം വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ നിങ്ങൾ കുനിഞ്ഞിരിക്കേണ്ടി വരികയില്ല. നിങ്ങൾ നിവരും. ദൈവം നിങ്ങളെ കുനിഞ്ഞിരിക്കുന്നവരെ നിർത്തും. ദൈവം നിങ്ങളെ നിവർത്തും. ലജ്ജിച്ച് തലതാഴ്ത്തി നടക്കേണ്ടി വരികയില്ല. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും, ബന്ധനങ്ങളെ അഴിക്കും. അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് സഞ്ചരിക്കും. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിയാൽ, ദൈവത്തിൻ്റെ വാക്കുകളാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇരുട്ടിൻ്റെ ശക്തികൾ മാറും, മരണശക്തികൾ മാറും. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് ദാവീദ് പറഞ്ഞതുപോലെ, മരണനിഴലിൽ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ആമേൻ. ഈ കർത്താവ് കൂടെ ഉണ്ട്. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ നിന്നും മരണത്തിൻ്റെ ശക്തികൾ മാറട്ടെ, മരണനിഴലുകൾ മാറ്റി അവരെ പുറപ്പെടുവിച്ച് അവരുടെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. ശാപമായി ഭവനത്തിൽ കിടക്കുന്ന എല്ലാ മരണശക്തികളും മാറിപ്പോകട്ടെ, എല്ലാ ഇരുട്ടിൻ്റെ വാഴ്ചകളും മാറിപ്പോകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ച രാത്രി 8:45 മുതൽ, ഇന്ത്യൻ സമയം രാത്രി 8:45 മുതൽ 9:45 വരെ ഓൺലൈൻ വർഷിപ്പും ടെസ്റ്റിമണി കൂടാതെ മെസ്സേജും ആലോചനയും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. 1 മണിക്കൂറത്തേക്കാണ് നിങ്ങൾ സാധാരണ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അതേ സൂം ലിങ്കിൽ, സൂം ID-യിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആർക്കെങ്കിലും ഐഡിയോ പാസ്വേഡോ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ പ്രസംഗത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ID-യും പാസ്വേഡും കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ലിങ്ക് അയക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയ വിടുതലിൻ്റെ സന്ദേശം കേൾക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.